എബ്രായർ അധ്യായം 2. അതുകൊണ്ട് നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ദൂതന്മാർ മുഖേന സംസാരിച്ച വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് തന്നെ ആദ്യമായി പ്രസ്താവിച്ചതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തിരിഹിതപ്രകാരം നൽകിയ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും സാക്ഷ്യപ്പെടുത്തിയതുമായ ഇത്ര വലിയ രക്ഷ അവഗണിക്കുന്ന പക്ഷം നാം എങ്ങനെ തെറ്റിയൊഴിയും? നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല ദൈവം കീഴ്പ്പെടുത്തിയത്. ഒരുവൻ ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു: മനുഷ്യനെ അങ്ങ് ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനു വേണ്ടി കരുതേണ്ടതിന് അവൻ എന്തുള്ളൂ? അങ്ങ് അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചിരിക്കുന്നു. അങ്ങ് സകലവും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. സകലവും ക്രിസ്തുവിനെ കീഴാക്കിയപ്പോൾ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവിടുത്തേക്ക് അധീനമായിരിക്കുന്നതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിക്കേണ്ടതിന് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണം ആസ്വദിച്ചതുകൊണ്ട് അദ്ദേഹത്തെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിന്റെയും ലക്ഷ്യവും സകലത്തിന്റെയും ആധാരവുമായ ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ സമ്പൂർണനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഒരേ പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് അവിടുന്ന് അവരെ സഹോദരർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. അവിടുത്തെ നാമത്തെ ഞാൻ എന്റെ സഹോദരരോട് കീർത്തിക്കും. സഭയുടെ മുമ്പാകെ ഞാൻ അവിടുത്തേക്ക് സ്തുതി പാടും എന്നും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും അവിടുന്ന് പ്രസ്താവിക്കുന്നു. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകിയാൽ അദ്ദേഹവും മാംസരക്തങ്ങളുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. തീർച്ചയായും ദൂതന്മാരുടെ പ്രകൃതിയല്ല, അബ്രഹാമിന്റെ സന്തതിയുടെ പ്രകൃതിയാണ് അവിടുന്ന് സ്വീകരിച്ചത്. അതുകൊണ്ട് അവിടുന്ന് ദൈവിക ശുശ്രൂഷയിൽ കരുണയും വിശ്വസ്തതയുമുള്ള ഒരു മഹാപുരോഹിതനായി ജനങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് എല്ലാവിധത്തിലും തന്റെ സഹോദരരോട് സാദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. അവിടുന്ന് പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്.